തൃശൂരിൽ നിന്നാണ് ആദ്യത്തെ വാർത്ത. തൃശൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസ് വള്ളൂരിനെ തിരികെ എത്തിക്കാനുള്ള നീക്കത്തിനെതിരെ വിയോജിപ്പ് പരസ്യമാക്കി രംഗത്തെത്തുകയാണ് പ്രാദേശിക നേതാക്കൾ. അതിനിടെ വയനാട്ടിലും പ്രശ്നമുണ്ട്. വയനാട്ടിൽ DCC അധ്യക്ഷനെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തെ അറിയിച്ചു. ഈ പുനഃസംഘടനാ ചർച്ചകളൊക്കെ തുടരുന്നതിനിടയിലാണ് നേതൃത്വത്തിന് തലവേദനയാകുന്ന തരത്തിൽ ഈ എതിർപ്പുകളൊക്കെ പരസ്യമായി പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ K മുരളീധരന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജോസ് വള്ളൂർ രാജിവെച്ചത്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പേരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലുണ്ടായ പൊട്ടിത്തെറി ഇതോടെ ഭാഗികമായി ശമിച്ചു. VK ശ്രീകണ്ഠൻ MPക്ക് തൃശൂരിന്റെ ചുമതലയും നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ജില്ലയിൽ നിന്ന് തന്നെയുള്ള പൊതുസമ്മതനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു തുടങ്ങി. ഈ പശ്ചാത്തലത്തിലാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ എത്താനുള്ള നീക്കം ജോസ് വള്ളൂർ സജീവമാക്കിയത്. ഈ നീക്കത്തിനെതിരെയാണ് തൃശൂരിൽ നിന്നുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ DCC അധ്യക്ഷൻ ND അപ്പച്ചനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. ND അപ്പച്ചനെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാകുമെന്നാണ് പ്രാദേശിക നേതൃത്വം KPCC ഭാരവാഹികളെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തിടുക്കത്തിൽ നടപടിക്ക് മുതിർന്നാൽ ഇടതുപക്ഷം അത് ആയുധമാക്കുമെന്ന വിലയിരുത്തലിലാണ് KPCC. ആഭ്യന്തര അന്വേഷണത്തിന് പാർട്ടി നിയോഗിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തുടർ നടപടി മതിയെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.